ഹലോ ഗായ്സ്, മലയാളസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അൺസ്റ്റോപ്പബിൾ എന്ന മൂവിയാണ്. ഇത് അതിൻ്റെ ബ്ലൂറേ ആണ്. ഈ മൂവിക്ക് ബ്ലൂറേ മാത്രമേ റിലീസായിട്ടുള്ളൂ, 4K റിലീസായിട്ടില്ല. നമുക്ക് ഡിസ്ക് നേരെ നോക്കാം. ഇതാണ് ഡിസ്ക്. പൊതുവെ ക്ലാസിക്സ് എന്നല്ല ഏതൊരു മൂവിക്കും നോർമലി 4K എഡിഷനും ബ്ലൂറേ എഡിഷൻസ് റിലീസ് ആവാറുണ്ടെങ്കിലും ഈ ചില മൂവീസ് പിന്നെ റീമാസ്റ്റർ ചെയ്ത് 4Kയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരാറുണ്ട്. പക്ഷേ ഈ മൂവി ഇതുവരെ വന്നിട്ടില്ല 4Kയിൽ. പക്ഷേ ഇതിൽ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത് അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഡെമോ മെറ്റീരിയലായിട്ട് പറയാൻ പറ്റിയൊരു ബ്ലൂറേ ഡിസ്ക്കാണ്. ഇത് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു റെഫറൻസ് ഡെമോ ഡിസ്ക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു ബ്ലൂറേ തന്നെയാണ്. ഇതിൽ ആക്ച്വലി വീഡിയോ 1080p ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ വിഷ്വൽസ് അത്രയും ഒരു രീതിക്ക് നമുക്ക് 4K ആയിട്ട് 4Kയുടെ അത്രയും ക്വാളിറ്റിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണത്. ഓഡിയോ വരുന്നത് DTS മാസ്റ്റർ ഓഡിയോ ആണ് 5.1. ഈ മൂവി വന്നിട്ട് 2010 റിലീസായതാണ്. അതായത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു ട്രെയിൻ, അതായത് CSX 8888 എന്ന് പറയുന്നൊരു ട്രെയിൻ ആക്ച്വലി ത്രോട്ടിൽ ലൂസായിട്ട് അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് മുന്നോട്ട് പോവുകയും അതിൻ്റെ സ്പീഡ് എടുത്ത് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോയിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള പൊട്ടൻഷ്യലുള്ള, അതായത് വലിയൊരു ദുരന്തം ഉണ്ടാക്കുക. അതായത് ട്രെയിൻ മറിയാന്നുള്ളത് പോയിട്ട് എന്താ പറയുക, അത് ചെന്നൊരു പവർ പ്ലാന്റിലേക്ക് ഇടിക്കാനോ അല്ലെങ്കിൽ ഒരു ടൗണിനകത്തോട്ട് ഇടിച്ച് കയറി പോകാനോ ഉള്ള ചാൻസ് ഉള്ള പൊട്ടൻഷ്യലുള്ള ഒരു ട്രെയിനിനെ പിടിച്ചു നിർത്താൻ വേണ്ടി 2 ടെക്നീഷ്യൻസ്, അതായത് ഡെൻസൽ വാഷിങ്ടൺ ഒരു റെയിൽവേ എഞ്ചിനീയറായിട്ടും ക്രിസ് പൈൻ ഒരു യങ് കണ്ടക്ടറായിട്ട്, ട്രെയിൻ കണ്ടക്ടറായിട്ടും അവർ രണ്ടും ട്രൈ ചെയ്യുന്നൊരു ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ആക്ച്വലി 2 ടെക്നീഷ്യൻസ് ഒറിജിനലായിട്ട് ട്രൈ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് സ്റ്റോറിയല്ല ഹിസ്റ്ററി. ഇതിൽ 2 ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നത് ഡെൻസൽ വാഷിങ്ടണും ക്രിസ് പൈനുമാണ്. ഇത് 2010 റിലീസായപ്പോഴേക്കും സൗണ്ട് എഡിറ്റിങ്ങിനും ആക്ഷനും, അതായത് സൗണ്ട് എഡിറ്റിങ്ങിന് ഓസ്കാറിലും ബെസ്റ്റ് ആക്ഷൻ മൂവിക്ക് ക്രിട്ടിക്സ് അവാർഡിലും ആക്ച്വലി ഇതിന് നോമിനേഷൻ പോയിട്ടുണ്ട്. സെയിം ഇയർ ആക്ച്വലി ഇൻസെപ്ഷൻ ഇറങ്ങിയതുകൊണ്ട് ഈ 2 അവാർഡും ആക്ച്വലി ഇൻസെപ്ഷനാണ് പോയത്. പക്ഷേ ഇൻസെപ്ഷൻ നോളൻ മൂവിയായ ഇൻസെപ്ഷൻ എന്ത് റിസപ്ഷൻ കിട്ടിയിട്ടുണ്ടോ ആ സെയിം റിസപ്ഷൻ ഡിസർവ് ചെയ്യുന്നൊരു മൂവി തന്നെയാണിത്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഓഡിയോ ആണ്. ഇതിൻ്റെ ഓഡിയോ ഡിസൈൻ ചെയ്തേക്കുന്നത് വെച്ചാൽ മറ്റേ അത്യാവശ്യം നമുക്കൊരു ഇപ്പോൾ ഇതിലും മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അല്ലാതെ പിന്നെ ഒരു വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ട്രെയിൻ തന്നെയാണ്. ഈ ട്രെയിനിന് ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ആക്ച്വലി ഒരു ഹൊറർ ഫീല്, അതായത് ആ ട്രെയിനിനോട് നമുക്കൊരു പേടി വരും. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓഡിയോ കൂടെയാണ്. ഇത് അത്രയും ക്ലാരിറ്റിയോടെ അത്രയും ഡെപ്തോടെയാണ് ഇതിൻ്റെ ഓഡിയോ ചെയ്തേക്കുന്നത്. അതായത് നമുക്കൊരു ട്രെയിൻ സ്പീഡിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുന്നൊരു സൗണ്ടിനപ്പുറം എത്രത്തോളം ഡീറ്റെയിലിംഗ് ഉണ്ടെന്ന് ഇത് കണ്ടു നോക്കിയാലേ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് പല മീൻസിലൂടെ സിനിമ കാണാൻ പറ്റും. പക്ഷേ ഇത് ഒരു മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ കാണാം, ഫോണിൽ, TV-യിൽ, അപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് DTS തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. സ്ക്രീൻ പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഒരു 98 മിനിറ്റ് എന്ന് പറയാം. അതായത് ഒരു 1.5 മണിക്കൂർ തികച്ച് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഈ സിനിമ ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 5-10 മിനിറ്റിനകത്ത് തന്നെ ഈ ട്രെയിൻ കയ്യിൽ നിന്ന് പോവുകയാണ്. അതായത് ആ ടെക്നീഷ്യൻ്റെ കയ്യിൽ നിന്ന് ട്രെയിൻ അങ്ങ് സ്റ്റാർട്ടായി പോവുകയാണ്. അപ്പോൾ അവിടെ തൊട്ട് ആ ഒരു ടെൻഷൻ ബിൽഡാവും. ഈ ടെൻഷൻ ബിൽഡാവുന്നത് ലാസ്റ്റ് വരെയും കൊണ്ടുപോകും നമ്മളെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പിടിച്ചിരുത്താൻ പറ്റുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് ആയിട്ട് പറയുമ്പോൾ ഒരുപാട് സ്റ്റഡി ക്യാംസ് ഒന്നുമില്ല, കൂടുതലും മറ്റേ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഷെയ്ക്ക് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രെയിനിനെ എങ്ങനെ മോണിറ്റർ ചെയ്യാന്നുള്ള രീതിയിൽ ഹെലികോപ്റ്റേഴ്സ് ആക്ച്വലി നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റേഴ്സിൽ കൂടെയാണ് ഇതിൻ്റെ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. ഈ ഹെലികോപ്റ്റേഴ്സിൻ്റെ സൗണ്ട് പല രീതിയിലും വരിക എന്ന് പറയുമ്പോൾ ഈ പ്രൊപ്പല്ലറിൻ്റെ ആ സൗണ്ട് തന്നെയാണ് ഈ DTS ഒക്കെ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആക്ച്വലി ഡോൾബിക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹെലികോപ്റ്റർ ഷോട്ട്സ്. കാരണം ഇത് ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഐറ്റമല്ല. അപ്പോൾ ഇത് പല രീതിയിലും വരുമ്പോൾ നമുക്ക് ആ സറൗണ്ടിൽ കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും. പിന്നെ ഇത് എന്തെങ്കിലും ഒരു 4K അപ്ഗ്രേഡ് വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ചിലപ്പോൾ മിക്കവാറും ഡോൾബി അറ്റ്മോസ് മിക്സ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇതിൻ്റെ ഓഡിയോ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഇത് DTS മാസ്റ്റർ ഓഡിയോ ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നോർമലി ഇപ്പോൾ ഇറങ്ങുന്ന മൂവീസ് എല്ലാം കൂടുതലും ഈ അറ്റ്മോസ് മിക്സാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ DTSൽ ഒരു റെഫറൻസ് മെറ്റീരിയലായിട്ട് പറയാൻ പറ്റുന്ന DTS ആണ് നിങ്ങൾ ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഏതൊരു മൂവി എടുത്താലും ഇതിപ്പോൾ DTS മാസ്റ്റർ ഓഡിയോ യൂസ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് എടുത്താലും ഇത് നിങ്ങളുടെ ഒരു മസ്റ്റ് ഓൺ ഐറ്റമാണ്. ഇത് 4K ഇതൊരു റിലീസ് ആവുന്ന സ്ഥിതിക്ക് ഇത് ആക്ച്വലി നല്ല പ്രൈസുണ്ട്. അതായത് ഔട്ട്സൈഡ് ഇന്ത്യ എനിക്ക് തോന്നുന്നു ഒരു 1000+ ഇന്ത്യൻ മണി, 1000 to 1500 അറൗണ്ട് റേഞ്ച് പ്രൈസ് വരുന്നുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കഴിവതും ഒരു യൂസ്ഡ് കോപ്പി, മീൻസ് നല്ല കണ്ടീഷനിലുള്ള ഒരു യൂസ്ഡ് കോപ്പി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മസ്റ്റ് ഓൺ തന്നെയാണ്. ഇനി ഒരു പുതിയൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരാം. താങ്ക് യു.